സദ്യയിൽ നമ്മൾ പല പല വേറിട്ട വിഭവങ്ങളും പരീക്ഷിക്കാറുണ്ടല്ലേ. ഇക്കുറി താമര കൊണ്ടൊരു സദ്യ കണ്ടാലോ. പാലക്കാട് രാമശ്ശേരിയിലാണ് താമരപ്പൂവും മൊട്ടും തണ്ടും ഇലയൊക്കെ ചേർത്ത് വെറൈറ്റിയായ ഒരു സദ്യ ഒരുക്കിയത് കാണാം. താമര സദ്യ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ട്രെയിനിങ്ങിലൂടെ രോഗങ്ങൾ മാറ്റി ആരോഗ്യത്തോടെ ജീവിക്കാൻ പരിശീലിപ്പിക്കുന്ന വെള്ളൂർ നവജീവനം ട്രസ്റ്റും രാമശ്ശേരി ഗാന്ധി ആശ്രമവും ചേർന്ന് പാലക്കാട് സംഘടിപ്പിച്ച താമര സദ്യയുടെ വിശേഷങ്ങൾ. താമര കൊണ്ട് ഒരു സദ്യ, തൂഷനില നിറയെ താമരയുടെ വിഭവങ്ങളാണ്. താമരയുടെ പൂവും താമരയുടെ മൊട്ടും താമരയുടെ തണ്ടും ഇലയും ഒക്കെ ചേർത്ത് ഒരു താമരയുടെ സദ്യ. കോട്ടയത്തു നിന്നുള്ള ഹിലാലിയേട്ടനാണ് ഈ സദ്യക്ക് പിന്നിൽ. താമരപ്പൂവ്, താമരയില, താമരത്തണ്ട്, താമരയുടെ കിഴങ്ങ് ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വിഭവങ്ങളാണ്. അതിന്റെ പോഷക ഗുണങ്ങൾ വളരെ അധികമാണ്. ഇതിപ്പോ എന്താണ്? ഇത് താമര തോരൻ അല്ലേ? ഇത് താമരപ്പൂ തോരനാണ്. താമരപ്പൂവിനെ അരിഞ്ഞുണ്ടാക്കിയ അതില് നമ്മൾ കടുകും എണ്ണയും അല്പം മാത്രമേ എണ്ണ ഉപയോഗിക്കുകയുള്ളൂ. ഇത് എണ്ണ കൂടുതലായാൽ ഇതിന്റെ ഗുണങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് അല്പം മാത്രം എണ്ണ ഉപയോഗിച്ച് കടുക് പൊട്ടിച്ചിട്ട് കറിവേപ്പില ഇട്ടിട്ട് ഉപ്പും ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണ് താമരപ്പൂ തോരൻ. മറ്റു വിഭവങ്ങൾ മറ്റു വിഭവങ്ങൾ താമര ഇല തോരനുണ്ട്. താമര ഇല തോരൻ. അതുകൂടാതെ താമര തണ്ടും മറ്റ് പച്ചക്കറികളും ചേർത്തുണ്ടാക്കുന്ന സാമ്പാറുണ്ട്. അതുപോലെ താമര കിഴങ്ങും ഒക്കെ ചേർത്തിട്ടുള്ള കൂട്ടുകറിയുണ്ട്. അങ്ങനെ താമര കൊണ്ടൊരു സദ്യ അല്ലേ? പിന്നെ താമരയുടെ പൂവിന്റെ മധ്യഭാഗത്തെ ഒരു ഫലമുണ്ട്. അത് ഉപയോഗിച്ചിട്ടുള്ള അച്ചാറുണ്ട്. തുമ്പപ്പൂ ചോറ് എന്നിങ്ങനെ രണ്ട് വിഭാഗം ചോറുകൾ എന്നിങ്ങനെ താമരയുടെ ഒരു സദ്യയാണ്. പഴയ കാലത്തുണ്ടായിരുന്ന അത്തം നാളിലെ പത്മഭോജനത്തെ പുനരാവിഷ്കരിക്കുകയാണ് ഇവിടെ ഒരു ആശ്രമത്തിലെ ആളുകളും അന്തേവാസികളും ഒക്കെ. അപ്പോൾ ഈ താമര സദ്യ രുചിച്ച ശേഷം റിവ്യൂമായി പിന്നെത്താം. പ്രശാന്ത് കുരിശ്ശേരിക്കൊപ്പം ആദിത്യനാവനക്കോട്ടൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.